പ്രിയ സുഹൃത്തെ, നിരവധി NRI സുഹൃത്തുക്കളുടെ വലിയൊരു സംശയമാണ് മ്യൂച്വൽ ഫണ്ടിലെല്ലാം നിക്ഷേപിക്കുന്നത് NRI അക്കൗണ്ടിൽ നിന്ന് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ NRO അക്കൗണ്ടിൽ നിന്ന് ചെയ്യുന്നതാണോ കൂടുതൽ നല്ലത് എന്നത്. അതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തത ഇന്നേ ദിവസം ഈ ഒരു വീഡിയോയിലൂടെ താങ്കൾക്ക് ലഭിക്കും. ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ താങ്കൾ എല്ലാ സുഹൃത്തുക്കളും ഷെയർ ചെയ്യുക. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി തൊമിച്ച് ടിപ്സ് പവർഡ് ബൈ ഡൈസ് അക്കാഡമി. മൈ നെയിം ഈസ് ഫ്രം ഡൈസ്. തൊമിച്ച് ടിപ്സ് എന്ന ഫിനാൻഷ്യൽ വീഡിയോ ബ്ലോഗിൻ്റെ പുതിയ എപ്പിസോഡുമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ എന്നെ അനുവദിച്ച ദൈവത്തിന് നന്ദി. ഇപ്പം നോർമലി നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 3 അക്കൗണ്ടുകൾ നമുക്ക് ആദ്യം മനസ്സിലാക്കാം. ഒന്നാമത്തെ അക്കൗണ്ട് ഇപ്പോൾ NRI ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവർ ഹോൾഡ് ചെയ്യുന്ന ഒരു അക്കൗണ്ടാണ് ഒന്ന് NRI അക്കൗണ്ട്, രണ്ടാമതായിട്ട് NRO അക്കൗണ്ട്. ഈ 2 അക്കൗണ്ടാണ് NRI ആയിട്ടുള്ള ആൾക്കാർ ഹോൾഡ് ചെയ്യുന്നത്. പിന്നെ നാട്ടിലുള്ള ആൾക്കാരെ ഹോൾഡ് ചെയ്യുന്ന അക്കൗണ്ടാണ് SB അക്കൗണ്ട്. അപ്പോൾ ഈ തരത്തിലുള്ള 3 തരത്തിലുള്ള അക്കൗണ്ടുകളാണ് ഉള്ളത്. അപ്പോൾ നമുക്കറിയാം ഈ NRI അക്കൗണ്ടിലേക്ക് നമുക്ക് ക്യാഷ് ഡിപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് ക്യാഷ് ഡിപ്പോസിറ്റ് ചെയ്യാൻ പറ്റില്ല. ഫോറിൻ കറൻസി മാത്രമേ നമുക്ക് NRI അക്കൗണ്ടിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് വിഡ്രോയിൽ നമുക്ക് ഇന്ത്യൻ റുപ്പീസായിട്ട് നമുക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കും. അതേസമയം NRO അക്കൗണ്ടിലേക്ക് നമുക്ക് ഇന്ത്യൻ റുപ്പീസ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ 3 അക്കൗണ്ടിൽ ഏത് അക്കൗണ്ട് വഴി, പ്രത്യേകിച്ച് NRI ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഏത് അക്കൗണ്ട് വഴി ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുന്നതാണ് കൂടുതൽ നല്ലത് എന്നതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ സപ്പോസ് തൊമ്മിച്ചന് ഇപ്പോൾ NRI അക്കൗണ്ടും NRO അക്കൗണ്ടും ഉണ്ട് എന്ന് വിചാരിക്കുക. അതായത് തൊമ്മിച്ചനെ സംബന്ധിച്ച് തൊമ്മിച്ചന് ഇവിടെ 2 അക്കൗണ്ട് ഉണ്ട്, NRI അക്കൗണ്ട് ഉണ്ട്, അതോടൊപ്പം തന്നെ NRO അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇദ്ദേഹം NRI അക്കൗണ്ടിൽ നിന്നാണ് തുക ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നാളെ ഇദ്ദേഹത്തിന് NRI അക്കൗണ്ടിലേക്ക് തന്നെ ഈ തുക തിരിച്ചു കിട്ടും. ഇപ്പോൾ പല ആൾക്കാരുടെ സംശയമുണ്ട് ഇപ്പോൾ NRI അക്കൗണ്ടിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. മ്യൂച്വൽ ഫണ്ടിൽ താങ്കൾ ഇപ്പോൾ NRI അക്കൗണ്ടിൽ നിന്നാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ തിരിച്ച് NRI അക്കൗണ്ടിലേക്ക് തന്നെ തിരിച്ച് പൈസ വരും. ഇനി നാളെ എന്തെങ്കിലും കാരണവശാൽ ഇദ്ദേഹത്തിന് NRO അക്കൗണ്ടിലേക്ക് പൈസ വേണം എന്നുള്ളൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് അതും ചെയ്യാൻ സാധിക്കും. ഇനി ഇദ്ദേഹം നാട്ടിൽ വന്ന് സെറ്റിൽഡായി. അപ്പോൾ ആ സമയത്ത് ഇദ്ദേഹം NRI അക്കൗണ്ടും NRI അക്കൗണ്ടും എല്ലാം ക്ലോസ് ചെയ്തു. ആ സമയത്ത് മ്യൂച്വൽ ഫണ്ട് ഒന്ന് റിഡീം ചെയ്യാതെ തന്നെ ഇത് SB അക്കൗണ്ടിലേക്കും ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് SB അക്കൗണ്ട് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനും നമുക്ക് സാധിക്കും. അപ്പോൾ NRI അക്കൗണ്ട് ആണെങ്കിൽ തിരിച്ച് NRI അക്കൗണ്ടിലേക്ക് തന്നെ കിട്ടും, NRO അക്കൗണ്ടിലേക്ക് കിട്ടും, വേണമെങ്കിൽ SB അക്കൗണ്ടിലേക്കും നമുക്ക് കിട്ടും. ഇനി സപ്പോസ് ഈ ഒരു വ്യക്തി NRO അക്കൗണ്ടിൽ വഴിയാണ് ഡിപ്പോസിറ്റ് ചെയ്യുന്നത്, അതായത് NRI മണിയാണ് ഇദ്ദേഹം NRIയിൽ നിന്ന് NROയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഡിപ്പോസിറ്റ് ചെയ്യുന്നതാണെങ്കിൽ തിരിച്ച് NROയിലേക്ക് ഇദ്ദേഹത്തിന് പൈസ കിട്ടും, വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇദ്ദേഹത്തിന് NRIയിലേക്ക് ഈ പൈസ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടില്ല. NRIയിലേക്ക് ഈ പൈസ വേണമെന്ന് പറഞ്ഞാൽ കിട്ടില്ല. നാളെ ഇദ്ദേഹം നാട്ടിൽ വന്ന് സെറ്റിൽഡായി, ഇപ്പോൾ NRI അക്കൗണ്ട് ക്ലോസ് ചെയ്തു. ആ സമയത്ത് SB അക്കൗണ്ടിലേക്ക് പൈസ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SB അക്കൗണ്ടിലേക്ക് തിരിച്ചു കിട്ടും. NROന്ന് NRIയിലേക്ക് പൈസ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് NRI മണിയാണെങ്കിൽ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം അവർ ഈ NRI അക്കൗണ്ട് ത്രൂ ഇൻവെസ്റ്റ് ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലത്. അതേസമയം ഇപ്പോൾ ആ ഒരു NRI ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് നാട്ടിൽ കുറച്ച് ഇപ്പോൾ റെൻ്റലായിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇൻകം നാട്ടിൽ NRI അക്കൗണ്ടിലേക്ക് വരുന്നുണ്ട്, ആ വ്യക്തിക്ക് ആ എമൗണ്ട് NROയിലേക്ക് ചെയ്യാം. അല്ലാതെ NRI അക്കൗണ്ടിൽ നിന്ന് NROയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് അതുവഴി ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് തിരിച്ച് NRIയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് എന്ത് സംഭവിച്ചു? അതായത് മ്യൂച്വൽ ഫണ്ടിൻ്റെ ടാക്സേഷൻ എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ NRIയിലേക്ക് എമൗണ്ട് വന്നു കഴിഞ്ഞാൽ ആ എമൗണ്ട് ടാക്സ് ഫ്രീ ആയി. അപ്പോൾ ടാക്സേഷൻ്റെ ആ ഒരു ബെനിഫിറ്റ് ആ ഒരു പൈസക്ക് നിങ്ങൾക്ക് കിട്ടും. പിന്നെ എന്തെങ്കിലും കാരണവശാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എമൗണ്ട് റീപാർട്ടിയേഷൻ ചെയ്യണമെങ്കിൽ, അതായത് തിരിച്ച് നിങ്ങൾക്ക് വിദേശത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ NRI അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പുറത്തേക്ക് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ NRI മണി, ഞാൻ പറഞ്ഞു NRI സ്റ്റാറ്റസിലുള്ള NRI മണി NRI അക്കൗണ്ട് വഴി ഡിപ്പോസിറ്റ് ചെയ്യുക. അതേസമയം ആ വ്യക്തിക്ക് നാട്ടിൽ എന്തെങ്കിലും ഇൻകം ഉണ്ടെങ്കിൽ കാരണം അത് NRI അക്കൗണ്ടിലായിരിക്കില്ല, NRO അക്കൗണ്ടിലായിരിക്കും വരുന്നത്. ആ പൈസ NRO അക്കൗണ്ട് വഴി ഡിപ്പോസിറ്റ് ചെയ്യുക. ഒരു വ്യക്തിക്ക് തന്നെ ഈ 2 അക്കൗണ്ട് വഴിയും NRI അക്കൗണ്ട് വഴിയും NRO അക്കൗണ്ട് വഴിയും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ തങ്ങളെല്ലാ സുഹൃത്തുക്കളും ഷെയർ ചെയ്യുക. അതോടൊപ്പം ഞങ്ങളുടെ നിക്ഷേപ സംബന്ധമായ സേവനങ്ങളെക്കുറിച്ച് തങ്ങൾ കൂടുതൽ അറിയണമെങ്കിൽ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഈ നമ്പറുകളിൽ തങ്ങൾക്ക് വാട്സപ്പ് വഴിയോ കോൾ ചെയ്തോ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്ത ആഴ്ച നമുക്ക് സാമ്പത്തിക മേഖലയിലെ പുത്തൻ വിശേഷങ്ങളുമായി നമുക്ക് തൊമിച്ച് ടിപ്സ് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്.